ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ശാലിനിയെ കളക്ടറേറ്റിലാക്കാണ് വിഷ്ണു. ശേഷം പിന്നീട് കാണിക്കുന്നത് സ്കൂളിലാണ്. അവിടെ ഫാദേഴ്സ് ഡേ ആൻഡ് പ്രോഗ്രാമിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ സത്യയുടെ അടുത്ത് ഒരു കുട്ടി ഇങ്ങനെ സംസാരിക്കുക. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നീ എന്താ മറുപടി പറയാത്തത്? സത്യ അത് പിന്നെ. അപ്പൊ ആ കുട്ടിക്കും പറ, എനിക്ക് അറിയാൻ വേണ്ടിട്ടാ. സത്യ ഒന്നും മിണ്ടുന്നില്ല. ആ കുട്ടി വീണ്ടും ചോദിക്കും, പറയടി. സത്യ ഒന്നും മിണ്ടാതെ നിക്കണം. അപ്പോഴേക്കും പപ്പി വന്നിട്ട് എന്താ സത്യേ അത് പിന്നെ എന്ന് പറഞ്ഞ് സത്യ തുടങ്ങുമ്പോഴേക്കും ആ കുട്ടി പറയും, ഞാൻ പറയാം. എന്റെ ഫുൾ നെയിം രമേശ് ഹരിദാസ്. അതുപോലെ പത്മിനിയുടെ ഫുൾ നെയിം എന്താ? പത്മിനി രോഹിത്. അതുപോലെ സത്യയുടെ ഫുൾ നെയിം എന്താ? അത് ചോദിച്ചിട്ട് സത്യ പറയുന്നില്ല. പപ്പിക്ക് കാര്യം മനസ്സിലാവും. നിന്നോട് പറയുന്നില്ല, നീ എന്ത് ചെയ്യും? അതിന് പത്മിനി ചൂടാവുന്നത് എന്തിനാ? ഞാനൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. പപ്പി പറയും, അങ്ങനെ ഇപ്പൊ നീ അറിയണ്ട, നീ ഒന്ന് പോയടാ. അപ്പൊ ആ കുട്ടി പറയും, അങ്ങനെ ഡാ പോടാന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. പപ്പിക്കും വിളിച്ചാ നീ എന്ത് ചെയ്യും? അങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും എന്താ എന്ന് വെച്ച് അങ്ങോട്ട് ടീച്ചർ വരിക. എന്താ ഇവിടെ ഒരു തർക്കം? പപ്പി പറയും, ഒന്നുമില്ല മിസ്സേ. മിസ് പറയും, അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാവരും വീട്ടിൽ ചെന്ന് ഫാദേഴ്സ് ഡേയുടെ കാര്യം പറയണം. പപ്പിക്കും ആ കുട്ടിക്കും നല്ല സന്തോഷമുണ്ട്. എന്നാൽ സത്യയുടെ മുഖത്ത് ആകെ സങ്കടമാ. മിസ് പറയും, എത്ര തിരക്കുണ്ടെങ്കിലോ അതെല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാ അച്ഛന്മാരും മസ്റ്റായിട്ട് ഈ ദിവസം ഇവിടെ വന്നിരിക്കണമെന്ന് കർശനമായിട്ട് പറയണം. ഫാദേഴ്സ് ഡേ ആണ്. അച്ഛന് പകരം അമ്മയെ വിളിച്ചോണ്ട് വന്നേക്കരുത്. എത്ര തിരക്കുണ്ടെങ്കിലും കൂട്ടിക്കൊണ്ടു വരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ അവിടുന്ന് പോകും. അപ്പോ ആ ആൺകുട്ടി പറയും, അപ്പൊ സത്യ ഫാദേഴ്സ് ഡേക്ക് അച്ഛനെ വിളിച്ചോണ്ട് വരണല്ലോ. ഞാനിപ്പോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അപ്പൊ പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടുന്ന് പോകും. അപ്പൊ സത്യ പറയും, പപ്പി എച്ചമ്മ പറഞ്ഞത് കേട്ടില്ലേ, ഞാനിനി എന്ത് ചെയ്യും? പപ്പി പറയും, അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാൻ സത്യ, നീ ഇപ്പൊ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. സത്യ പറയും, എച്ചമ്മ പറഞ്ഞത് കേട്ടല്ലോ, അച്ഛന്മാർക്ക് മാത്രം പങ്കെടുക്കേണ്ട പരിപാടിയാ, അമ്മമാരെ കൂട്ടി വന്നേക്കരുതെന്ന്. ഈ ഗൾഫിൽ പോയ അച്ഛന്മാരുടെ മക്കളൊക്കെ ഇനി എന്ത് ചെയ്യും? അപ്പൊ പപ്പി പറയും, ഞാൻ പറഞ്ഞില്ലേ, സമയാവുമ്പോ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. അപ്പൊ സത്യ പറയും, പപ്പിയുടെ ഉറപ്പിലാ ഞാൻ നിക്കുന്നത്. പപ്പി പറയും, ശരിയാക്കാന്നേ ഉറപ്പായിട്ടും എന്നൊക്കെ ഇങ്ങനെ നല്ല ധൈര്യം കൊടുക്കാണ് സത്യക്ക്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ്. ശാലിനി വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ പൂജാ റൂമിൽ നിന്ന് നല്ല സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കുക, ഈശ്വര എല്ലാം നല്ലതിനായിരിക്കണേ, ഇനിയുള്ള ജീവിതം വിഷ്ണുവേട്ടനോടൊപ്പം ആയിരിക്കണേ, ഞങ്ങളുടെ ഇനിയുള്ള സ്വപ്നം തല്ലിക്കെടുത്തരുത് എന്നൊക്കെ ഇങ്ങനെ ഭഗവാന്റെ മുന്നില് പ്രാർത്ഥനയോടെ നിൽക്കണേ. ശാരദാമ്മ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാ. അപ്പോഴേക്കും സത്യമ്മയുടെ കാറ് വരും. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ശാരദാമ്മ പുറത്തേക്ക് ഓടിച്ചെല്ലും. അപ്പൊ ഉണ്ടാവും രാഘവേട്ടനും സത്യാമ്മയും പൊന്നിയും കൂടെ വരുന്നേ. ബാമയുടെ മുഖത്തും ഇപ്പൊ നല്ല സന്തോഷ. അവര് കാറിനിറങ്ങി നടന്നു വരുമ്പോഴേക്കും ശാരദാമ്മ അടുത്തേക്ക് ചെല്ലും. വരണം, എല്ലാവരും കൂടെ വരുന്ന് പ്രതീക്ഷിച്ചില്ല. രാഘവേട്ടൻ ചോദിക്കും, അതെന്താ എന്ന് ചോദിച്ചുകൊണ്ടാണ് അങ്ങോട്ട് നടക്കുന്നത്. അങ്ങനെ അകത്തേക്ക് സ്വീകരിക്കുമ്പോഴേക്കും അച്ഛാ എന്ന് വിളിച്ച് ശാലിനിയോട് വരും. വാ മക്കളെ എന്ന് വിളിച്ച് രാഘവേട്ടന്റെ സ്നേഹം പ്രകടിപ്പിക്കണേ. ബാമയുടെ മുഖത്ത് സന്തോഷം ഉണ്ടെങ്കിലും ശാലിനിയോട് പെട്ടെന്ന് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മ പറയും, ഇരിക്കും സത്യമേ. ബാമയുടെ മുഖത്ത് അപ്പോഴും വലിയ തെളിച്ചൊന്നുമില്ല. അങ്ങനെ ശാരദാമ്മ പറയും, വിഷ്ണുമോൻ പറഞ്ഞിരുന്നു അമ്മ വരുമെന്ന്. ബാമ പറയും, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പിന്നിലേക്കൊരു തിരിഞ്ഞുനോട്ടം വേണ്ടെന്നാ എന്റെ തീരുമാനം. അപ്പോഴേക്കും ശാന്തേച്ചി അങ്ങോട്ട് വരും. ശാരദാമ്മയ്ക്കും അല്ല സത്യാമ്മ പറഞ്ഞു വരുന്നത്? രാഘവേട്ടൻ പറയും, വളച്ചു കെട്ടാത്ത കാര്യത്തിലേക്ക് കിടക്ക് ബാമേ. ബാമ പറയും, രാഘവേട്ട ചില കാര്യങ്ങൾക്ക് ചിലപ്പോ മുഖവരയൊക്കെ വേണ്ടി വരും, സത്യമ്മ പറഞ്ഞോളൂ. അങ്ങനെ ബാമ പറയും, ഞങ്ങൾ വന്നത് ശാലിനിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനാ. ഇത് സത്യാമ്മ തന്നെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോ ശാലിനിക്ക് വലിയ സന്തോഷമാകും, ശാരദാമ്മയ്ക്കും. അങ്ങനെ ബാമ പറയണേ, വിഷ്ണുവിന്റെ ഭാര്യയായിട്ട്. നല്ല സന്തോഷത്തിലാ. രാഘവേട്ടൻ പറയും, ആന്നേ ആ മോളെ. ശാരദാമ്മേ, ഇതുവരെ സംഭവിച്ചതെല്ലാം നമുക്ക് അങ്ങ് മറക്കാം. ഈ തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരൊന്നും ഇല്ലല്ലോ. അത് മനസ്സിലാക്കി തിരുത്തുമ്പോഴാ മനുഷ്യരൊക്കെ യഥാർത്ഥ മനുഷ്യരാകുന്നത്. വിഷ്ണുവും ശാലിനിയും ഒന്നിച്ച് ജീവിക്കേണ്ടവരാ. ഇവരെ ഇങ്ങനെ വെറുതെ അകറ്റി നിർത്തിയിട്ട് എന്തിനാ ഇവരുടെ ഇനിയുള്ള ജീവിതം കളയുന്നത്? ശാരദാമ്മ പറയും, ഞങ്ങൾക്ക് ഇതിൽ സന്തോഷമേ ഉള്ളൂ. ശാലിനി നിൽക്കേണ്ടത് ആ വീട്ടിൽ തന്നെയാ, കഴിയേണ്ടത് വിഷ്ണുവിന്റെ കൂടെയും. ഇത് നമ്മളും മനസ്സിലാക്കിയില്ല, ജീവിക്കേണ്ട ഇവരും മനസ്സിലാക്കിയില്ല. രാഘവേട്ടൻ പറയും, അതെ. അപ്പൊ ബാമ പറയും, ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാന. പറയുമ്പോ എല്ലാം പറയണല്ലോ. സത്യഭാമയുടെ മരുമകളായിട്ടാ ശാലിനി ആ വീട്ടിലേക്ക് വന്നു കയറേണ്ടത്. അതുകൊണ്ട് തന്നെ ആചാര രീതികൾക്ക് ഒരു കുറവും ഞാൻ വരുത്തുന്നില്ല. പൊന്നി എന്ന് വിളിക്കുമ്പോ പൊന്നി കയ്യിലുണ്ടായിരുന്ന കവർന്ന് ഒരു സാരി എടുത്ത് സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുക. ശാലിനി ശാരദാമ്മയും ശാന്തേച്ചിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ സത്യാമ്മ അത് വാങ്ങിച്ച് ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് എന്ന് പറഞ്ഞ് ശാലിനിയോട് പറയും, ഞാൻ തരുന്ന പുടവ ഉടുത്തുകൊണ്ട് വേണം വിഷ്ണുവിന്റെ പെണ്ണ് എന്റെ വീട്ടിലേക്ക് വന്നു കയറാൻ. അതെനിക്ക് നിർബന്ധാണ്, ദാ വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് ശാലിനിക്ക് കൊടുക്കുക. ശാരദാമ്മയ്ക്കും അവിടെ എല്ലാവർക്കും സന്തോഷവും. ശാലിനി രാഘവേട്ടൻ ഇങ്ങനെ നോക്കുമ്പോ രാഘവേട്ടൻ പറയും, വാങ്ങിക്കേ.
ശാരദാമ്മനെ നോക്കുമ്പോ ശാരദാമ്മയും വാങ്ങിക്കാൻ വേണ്ടി പറയും. വാങ്ങിച്ചു മോളെ എന്ന് സത്യാമ്മയും പറയും. രാഘവേട്ടൻ പറയും, വാങ്ങിച്ചു മോളെ, നിന്റെ സത്യാമ്മ മനസ്സറിഞ്ഞ് നൽകുന്നതാ. അങ്ങനെ ശാലിനി 2 കൈ നീട്ടി അത് സ്വീകരിക്കുകയാണ്. അത് വാങ്ങിക്കുമ്പോ ശാലിനിയുടെ കണ്ണില് നല്ല സന്തോഷമുണ്ട്. സന്തോഷം കൊണ്ട് കണ്ണ് നിറയാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ്. അത് വാങ്ങിച്ച് ശാലിനി മാറോട് ചേർത്ത് പിടിക്കും. അങ്ങനെ സത്യാമ്മ അവിടെ ഇരിക്കും. ചായ എടുക്കും ശാന്തേ എന്ന് ശാരദാമ്മ പറയുമ്പോ ശാന്തി ചെതെടുക്കാനായിട്ട് അവിടുന്ന് പോവാ. അങ്ങനെ ബാമ്മ പറയും, ശാരദേ ചായ കുടിച്ചാലുടനെ ഞങ്ങൾ ഇറങ്ങും, ശാലിനി നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ശാരദാമ്മ പറയും, അതെങ്ങനെ ശരിയാവാ, ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷമുള്ള ഒരു ദിവസല്ലേ, ഊണൊക്കെ കഴിഞ്ഞ് സാവകാശം പോയാ മതി, അപ്പോ എല്ലാവർക്കും നല്ല സന്തോഷം, ബാമയ്ക്കും. അങ്ങനെ ശാരദാമ്മ പറയും, പിന്നെ സത്യമോള് സ്കൂളിൽ നിന്ന് വന്നിട്ടല്ലേ പോകാൻ പറ്റൂ. അപ്പൊ ബാമ്മ പറയും, അല്ല ശാലിനിയെ ഞങ്ങള് കൊണ്ടുപോകുന്നതിലെ സത്യം എന്തിനാ സ്കൂളിൽ നിന്ന് വരുന്നത്. പിന്നെ ശാലിനിയുടെ മുഖം മാറുന്നുണ്ട്. ശാരദാമ്മയുടെയും, അല്ല അവളില്ലാതെ. ബാമ്മ പറയും, അവളില്ലാതെ സത്യമോള് ഇവിടെയല്ലേ നിൽക്കേണ്ടത്, അവള് സ്കൂളിൽ നിന്ന് വരുമ്പോ നിങ്ങൾ വിവരം പറഞ്ഞാ മതി. ശാലിനിയും ശാരദാമ്മയും എല്ലാരും അങ്ങ് ഞെട്ടും. ശാലിനി എന്ന് ശാരദാമ്മ ഒരു ഞെട്ടിലോടെ വിളിക്കും. സത്യമ്മയോട് പറയും, മനസ്സിലായില്ല. അപ്പൊ സത്യമയുടെ ഒപ്പം ബാമാറും, ഇല്ല അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ദേ ഞങ്ങൾ കൊണ്ടുപോകുന്നത് വിഷ്ണുവിന്റെ ഭാര്യയെ മാത്രമാണ്, വിഷ്ണുവിന് ജനിക്കാത്ത കുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. ശാലിനിയും ശാരദാമ്മയും അങ്ങ് ഞെട്ടിപ്പോകും. ശാലിനി ആകെ തളർന്നു പോകുന്ന പോലെയാ. രാഘവേട്ടൻ ചോദിക്കും, എന്തൊക്കെയാ ബാമ നീ പറയുന്നത്, സത്യമോളില്ലാതെ ശാലിനി എങ്ങനെ വരാനാ. ബാമാറിയും, രാഘവേട്ടാ വിഷ്ണുവിന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിലേ ഇവള് വരണം. രാഘവേട്ടൻ പറയും, എന്റെ ബാമേ എന്നാ പിന്നെ നേരത്തെ തന്നെ പറയായിരുന്നില്ലേ. ബാമാറി, നേരത്തെ തന്നെ പറയേണ്ട ആവശ്യം എന്താ, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്. ശാലിനി ഒന്നും പറയണ്ടെങ്ങനെ നിൽക്കുമ്പോ ശാരദാമ്മ വയ്ക്കും, മോളെ നീ എന്താ ഒന്നും പറയാത്തങ്ങനെ നിൽക്കുന്നത്, ഇവര് പറഞ്ഞത് കേട്ടില്ലേ, നിന്നെ സത്യമോളെയും ഒരുമിച്ച് കൊണ്ടുപോകാനല്ല ഇവര് വന്നിരിക്കുന്നത്. ബാമാറിയും, ശാരദാമ്മേ ആർക്കോ ജനിച്ച കുട്ടിയെ ഞാനെന്തിനാ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, ആർക്കോ അല്ല എന്ന് ശാരദാമ്മയ്ക്ക് പറയണമെന്നുണ്ടെങ്കിലും ബാമാറിയും, ഇല്ലെങ്കിൽ ഇവള് പറയട്ടെ ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന്. ശാലിനി മൗനം പാലിക്ക, മറുപടിയൊന്നും പറയാതെ തല താഴ്ത്തി ബാമ കൊടുത്ത ആ പുടവ അവിടെ ഭാമയുടെ മുന്നിലുള്ള ആ ടീപ്പോയുടെ മുകളിൽ വെക്കും. ഭാമേ എന്ന് രാഘവേട്ടൻ വിളിക്കുമ്പോ ഭാമയുടെ പഴയ രൂപത്തിലേക്ക് തന്നെ വരിക. രാഘവേട്ടാ എന്റെ ചോദ്യത്തിന് ഇവള് മറുപടി പറയട്ടെ, ആരാ ഇവൾക്ക് അങ്ങനെ ഒരു ദിവ്യഗർഭം കൊടുത്തെന്ന് ഇവള് തന്നെ പറയട്ടെ, എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം. ശാലിനിക്ക് മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ല, അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോ ശാരദാമ്മ പറയും, സത്യമേ ഇത് എന്റെ വീടാ, ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും താമസിക്കുന്ന എന്റെ സ്വന്തം വീട്, ഇവിടെ ഞങ്ങൾ അല്പം മര്യാദയോടു കൂടി ജീവിക്കുന്നവരാ, ദയവ് ചെയ്ത് വാക്കുകളെ കുറച്ചുകൂടി സൂക്ഷിച്ചുപയോഗിക്കണം എന്നിങ്ങനെ പറയുമ്പോ ബാമയ്ക്ക്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, വല്ലവർക്കും ജനിച്ച കൊച്ചിനെ കൊണ്ട് എന്റെ മകനെ അച്ഛന്ന് വിളിപ്പിക്കണോ. ശാലിനിക്ക് വല്ലാത്ത സങ്കടാവും. അപ്പോഴും ശാലിനി വാ തുറക്കുന്നില്ല. ശാരദാമ്മ പറയും, സത്യമേ ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കരുത്. ബാമ പറയും, ഓഹോ അപ്പോ ഞാനിവിടുന്ന് ഇറങ്ങണമെന്ന് അല്ലേ. അയ്യോ അങ്ങനെയല്ല. അപ്പോഴേക്കും ബാമ പറയും, വീട്ടിൽ വരുന്നവരെ അപമാനിച്ച് മടക്കി അയക്കുന്നത് മര്യാദ കൂടിയ ആൾക്കാർക്ക് ചേർന്ന കാര്യമാണല്ലോ. രാഘവേട്ടൻ പറയും, നിർത്ത് മതി ബാമേ, വെറുതെ തർക്കിച്ച് സമയം കളയുന്നത് എന്തിനാ, സത്യം അറിയട്ടെ, എന്നിട്ട് ശാലിനിയെയും സത്യമോളെയും നമുക്ക് കൊണ്ടുപോവാം, ബാക്കിയൊക്കെ നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിക്കാം, എന്തിനും പരിഹാരം ഇല്ലാത്ത കാര്യമുണ്ടോ. ബാമറും, ഇനി എന്താലോചന, എന്ത് പരിഹാരമാ. രാഘവേട്ട ഇക്കാര്യത്തില് ഒരു പരിഹാരം ഇല്ല. ദേ ശാലിനിയെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാ, പക്ഷേ സത്യ കൂടെ വരില്ല, ഇവൾക്ക് ആ കുട്ടിയെ നോക്കാൻ കഴിയില്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിലാക്കട്ടെ എന്നൂടെ പറഞ്ഞു നിൽക്കുമ്പോ എല്ലാവരും ഞെട്ടിപ്പോകും. ശാരദാമ്മയും ശാലിനിയും രാഘവേട്ടനൊക്കെ. ഭാമാറിയും, പ്രശ്നം തീർന്നല്ലോ. അതിൽ ശാലിനി, സത്യമേ എന്ന് വിളിക്കുമ്പോ ഭാമാറിയും, അവിടെയാകുമ്പോ നേരത്തിന് ഭക്ഷണവും കിട്ടും, അച്ഛനില്ലാത്ത കൊച്ചെന്നുള്ള ചീത്തപ്പേരും കിട്ടില്ല. ശാലിനിക്ക് അങ്ങ് സങ്കടവും ദേഷ്യവും വരികയാണേ. ഭാമാറിയും, കൂടെ ഉള്ളതെല്ലാം അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളാകുമ്പോ ഒരോളത്തിനങ്ങ് പോവുകയും ചെയ്യും. അപ്പോഴേക്ക് ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരും. എന്റെ മോളെ എങ്ങനെ വളർത്തണം, എവിടെ വളർത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് സത്യമേ. ഈ സമയത്ത് എന്റെ അച്ഛൻ ഇവിടെ ഇല്ലാതെ പോയി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് സത്യാമ്മയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കില്ലായിരുന്നു. അപ്പൊ ബാമ രാഘവേട്ടനോട് പറയും, പുന്നാരം മരുമകൾ പറഞ്ഞത് കേട്ടല്ലോ, ഇറങ്ങിപ്പോകാൻ തന്നെയാ കൽപ്പിച്ചത്, അതൊരൽപ്പം ആലങ്കാരിതമായിട്ട് അവളങ്ങ് പറഞ്ഞതേ ഉള്ളൂ, കളക്ടറല്ലേ, അപ്പൊ അതിന്റെ ഒരു പവർ കാണിക്കാതിരിക്കാനൊക്കോ. രാഘവേട്ടൻ പറയും, ഭാമേ ഇവളുടെ ഭാഗം അതൊന്നും നീ ചിന്തിക്കാത്തത്, നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഭാമ പറയും, വേണ്ട രാഘവേട്ട, അച്ഛനില്ലാത്ത കൊച്ചിനെ കൊണ്ട് അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കട്ടെ, സത്യഭാമയുടെ വീട്ടിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, നാക്കിന് എല്ലുള്ള മരുമക്കളൊന്നും എന്റെ കുടുംബത്തിൽ കയറി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, വാ പോവാം എന്ന് പറഞ്ഞ് ഭാമ അങ്ങ് നടക്കും. ഡോറിന്റെ അവിടെ തിരിഞ്ഞു നോക്കിട്ടേക്കും, എന്താ നിങ്ങൾ വരുന്നില്ലേ, മരുമകള് ചൂലെടുത്ത് അടിച്ചിറക്കാൻ നിൽക്കുവാണോ. രാഘവേട്ടൻ പറയും, ഭാമേ ഇതൊരുപാട് കടന്നുപോയി കേട്ടോ. ഭാമ പറയും, സത്യയുടെ കാര്യത്തില് വ്യക്തമായൊരു മറുപടി കിട്ടാത്തിടത്തോളം കാലം സത്യഭാമയുടെ നിലപാട് ഇത് തന്നെയായിരിക്കും, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലേ. അതിൽ രാഘവേട്ടൻ ശാലിനിയെ നോക്കിയിട്ട്, മോളെ എന്ന് വിളിക്കുമ്പോ ശാലിനി പറയും, സത്യമില്ലാതെ ഞാൻ എങ്ങനെയാച്ചാ. രാഘവേട്ടൻ പറയും, മോളെ നിന്നെ മനസ്സിലാക്കാൻ അച്ഛന് സാധിക്കും. അപ്പോഴേക്ക് ഭാമ ദേഷ്യത്തില്, നിങ്ങളോട് വരാനല്ലേ പറഞ്ഞത്, പൊന്നി എന്ന് വിളിക്കുമ്പോ പൊന്നി അങ്ങ് പോകാൻ തുടങ്ങുമ്പോ ശാലിനി പറയും, പൊന്നി ദാ പോകുമ്പോ ഈ സാരി കൂടെ എടുത്തു വെക്കോ, ഇനിയിപ്പോ ഇതിന് പ്രസക്തിയില്ലല്ലോ.
എന്നെ എന്റെ മോളെ മനസ്സിലാക്കാത്തവരുടെ സാരി എനിക്ക് ആവശ്യമില്ല. കൊണ്ടുപോയാൽ വല്ല ദുരിതാശ്വാസവോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും പറഞ്ഞു വരുന്നവർക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള പുണ്യമെങ്കിലും കിട്ടും. ഇത് ബാമയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ശാലിനി പറയും, പൊന്നി എടുത്തോ. സങ്കടത്തോടു കൂടിയാണേ പൊന്നി അത് എടുക്കുന്നത്. ബാമ വീണ്ടും രാഘവൻ നായരെ വിളിക്കണേ, വരുന്നുണ്ടോ? രാഘവേട്ടന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. മോളെ എന്ന് വിളിക്കുമ്പോ ശാലിനി പറയും, പൊക്കോ അച്ഛാ, സത്യാമ്മയെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. ബാമ വീണ്ടും ദേഷ്യത്തോടു കൂടി രാഘവേട്ടാ എന്ന് വിളിക്കുമ്പോ രാഘവേട്ടനും പൊന്നിയും ബാമയോടൊപ്പം അവിടുന്ന് ഇറങ്ങാം. കാറിൽ കയറാൻ നേരത്തും രാഘവേട്ടൻ ചോദിക്കുന്നുണ്ട്, ബാമയെ ഒന്നുകൂടി ആലോചിച്ചിട്ട്. ബാമ അറിയും, കയറുന്നുണ്ടോ? അങ്ങനെ രാഘവേട്ടനും സങ്കടത്തിലാണ് കാറിൽ കയറുന്നത്. അങ്ങനെ കാറ് പോയി കഴിയുമ്പോ ശാലിനിയുടെ മുഖത്ത് നല്ല സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട്. ശാരദാമ്മയ്ക്ക് ഒന്നും പറയാൻ കഴിയണില്ല. ശാലിനി സങ്കടത്തോടു കൂടി അവിടെ നിന്ന് കരയാണ്ട് അകത്തേക്ക് കയറി പോകും. ശാലിനി നേരെ പൂജാ റൂമിലേക്കാ പോയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ സങ്കടത്തോടെ നിന്ന് അവരുടെ മുന്നില് പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. ഇതേ സമയം ശാന്തേച്ചി ഒന്നും അറിഞ്ഞിട്ടില്ല. ചായയും കൊണ്ടുവരാ. അവര് പോയ ശാരദാമ്മ പോയി എന്നിങ്ങനെ ശാരദാമ്മ സങ്കടത്തിൽ പറയണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ വീട്ടില് വിഷ്ണു ഇവരുടെ വരവും കാത്തു നിൽക്കണേ. അവിടെ പിള്ളച്ചേട്ടനും ശ്യാമയൊക്കെ. അപ്പൊ രോഹിത് വന്നിട്ട് പറയും, നിങ്ങളുടെ ഇരുത്തം കാണുമ്പോ ടെൻഷൻ മുഴുവൻ എനിക്കാ. ശ്യാമ പറയും, അച്ഛനുണ്ടാവോന്നാ എനിക്കൊരു പേടി. അച്ഛന്റെ കാര്യം അറിയാലോ, എന്തെങ്കിലും പറഞ്ഞിരുന്നത് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ പറഞ്ഞതിൽ കയറി പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. രോഹിത് പറയും, ഇതിപ്പോ വലിയൊരു കാർമേഘം നീങ്ങിയ അവസ്ഥയിലാണ് എല്ലാവരും. അതുകൊണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നാ എന്റെ ഒരു നിഗമനം. വിഷ്ണു വന്നിട്ട് പറയും, അമ്മ ശാലിനിയെ വിളിക്കാൻ പോയത് തന്നെ വലിയൊരു മഹാകാര്യമായിട്ട് കാണുന്ന ആളാ ഞാൻ. കാരണം എനിക്ക് അമ്മയെ അറിയാം. എന്റെ സങ്കടം കാണാനുള്ള മനസ്സ് അമ്മയ്ക്കില്ല. അതുകൊണ്ട് മാത്രം ഇപ്പോ പോയിരിക്കുന്നത്. പക്ഷെ ശാലിനിയെ കാണുമ്പോ സംസാരിക്കുമ്പോ ഇതെല്ലാം മറക്കുമെന്നാ എന്റെ ഒരു പേടി. ശ്യാമ പറയും, ഒന്നും ഉണ്ടാവില്ലെന്നേ, സമാധാനിക്കാൻ വിഷ്ണുവേട്ടാ. സത്യാമ്മയോടൊപ്പം എന്റെ കുഞ്ഞേച്ചി ഉണ്ടാകും, എനിക്ക് ഉറപ്പാ. വിഷ്ണുവേട്ടന് വേണ്ടി ഓടി നടന്നതും കഷ്ടപ്പെട്ടതൊക്കെ സത്യാമ്മയും കണ്ടതല്ലേ. പിന്നെ നേരത്തെ സത്യാമ്മയ്ക്ക് ഉണ്ടായിരുന്ന ദേഷ്യമൊന്നും ഇപ്പൊ കുഞ്ഞേച്ചിയുടെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും കാറ് വരികയാണേ. വിഷ്ണുവിന് നല്ല സന്തോഷമുണ്ട്. ദാ വന്നല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു പുറത്തേക്ക് ഓടി ചെല്ലുകയാണേ പിള്ളച്ചേട്ടനും. അങ്ങനെ അവിടെ വന്ന് നിൽക്കുമ്പോ കാറ് തുറന്ന് രാഘവേട്ടനും പൊന്നിയും സത്യാമ്മയും മാത്രം ഇറങ്ങുമ്പോ തന്നെ വിഷ്ണുവിന്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. ആ സന്തോഷം അങ്ങ് മാറിപ്പോവാ. ബാമയുടെ മുഖം തന്നെ മാറിയിട്ടുണ്ട്. ദേഷ്യത്തിലാ നിൽക്കുന്നത്. അങ്ങനെ വിഷ്ണുക്കും, അച്ഛാ ശാലിനി എവിടെ? നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ എന്ന് പറഞ്ഞ് രാഘവേട്ടൻ പിള്ളച്ചേട്ടനോടൊപ്പം അകത്തേക്ക് കയറുകയാണേ. ബാമ വരുമ്പോ വിഷ്ണുക്കും, അമ്മേ ശാലിനി എവിടെടാ? അപ്പൊ ബാമ പറയും, അവൾക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശിയാണടാ. അങ്ങനെ തന്തയില്ലാത്തൊരു കൊച്ചിന്റെ തന്തയാവാൻ ഞാൻ എന്റെ മോനെ വിട്ടുകൊടുക്കില്ല. ദേ അങ്ങനെ ഒരു അച്ഛന്റെ വേഷം മോൻ കെട്ടുകയും വേണ്ട. വിഷ്ണുവിന് മനസ്സിലായിട്ടില്ല. എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ? നിന്റെ ഭാര്യയുടെയും നിന്റെ അമ്മായിമ്മയുടെയും വാലിരിക്കുന്നത് കേൾക്കാനാണോ നീ എന്നെ ആ കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചത്? അവരെന്തൊക്കെയാ എന്നോട് വിളിച്ചു പറഞ്ഞതെന്ന് നിനക്കറിയോ? തൊലി ഇരിഞ്ഞ അവസ്ഥയിലാ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. ദേ കണ്ടില്ലേ, കൊണ്ടുപോയ പുടവ എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു നിന്റെ ഭാര്യ. വെള്ളപ്പൊക്ക ദുരിതാശ്വാസക്കാർക്ക് കൊടുക്കാന്ന്. ഇപ്പൊ തൃപ്തിയായില്ലേടാ നിനക്ക്? വിഷ്ണുവിന് ഒന്നും അങ്ങ് വ്യക്തമായിട്ടില്ല. ഒന്നും മനസ്സിലാവാതെ ഒരു ഞെട്ടലിൽ നിൽക്കണേ വിഷ്ണു, ശ്യാമയും രോഹിതെല്ലാം. വിഷ്ണു പിന്നെ ഒന്നും ബാമയോട് ചോദിക്കാതെ രാഘവേട്ടന്റെ അടുത്തേക്ക് ചെല്ലും. അച്ഛാ എന്താ ഉണ്ടായത്? ഈ അമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്ക് ബാമ വന്നിട്ട് പറയും, ഡാ നിനക്കെന്നല്ല ആർക്കും എന്നെ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരിക്കലും നിങ്ങൾ തന്നെ പറയും അമ്മ എന്ന് പറയുന്നത് ശരിയായിരുന്നു എന്ന്. ഡാ ഇത് നിന്റെ ജീവിതാ, തീരുമാനം എടുക്കേണ്ടത് നീയും. ഭാവിയിൽ വരാവുന്ന വലിയൊരു ചോദ്യത്തിൽ നിന്നും നിന്നെ രക്ഷിക്കേണ്ടത് ഈ അമ്മയുടെ കടമയാ. ശ്യാമ പറയും, സത്യമേ അങ്ങനെയൊന്നും. അപ്പോഴേക്ക് ബാമ പറയും, നീ മിണ്ടരുത്. വിഷ്ണുവിനോട് പറയും, നിനക്കിപ്പോ സമാധാനമായല്ലോടാ. അമ്മയെ നാണം കെടുത്തി ഒരു വഴിക്ക് അയക്കിയപ്പോ ആശ്വാസമായല്ലോ. ഡാ നിന്റെ സങ്കടം കണ്ടിട്ടാ ഞാൻ അവളെ വിളിക്കാൻ പോയത്. എന്നിട്ട് അവൾ എന്നെ സങ്കടപ്പെടുത്തി വിട്ടിരിക്കുക. വിഷ്ണുവിനാണെങ്കിൽ എല്ലാം കൂടെ കേട്ടങ്ങ് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്താന്നും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുമില്ല. അങ്ങനെ നിൽക്കുന്ന വിഷ്ണുവിനെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. എന്നാ പിന്നീടുള്ള പ്രമോല് കാണിക്കുന്നത് വിഷ്ണു ദേഷ്യത്തോടുകൂടി സത്യഭാമയോട് സംസാരിക്കണേ. വിഷ്ണു പറയും, അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ ശാലിനിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണേ. ശാലിനി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ആ പടിയിറങ്ങും. ശേഷം വിഷ്ണു കുടുംബശ്രീ വീട്ടിലെത്തണേ. ബുള്ളറ്റിന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ ശാലിനി ഉമ്മറത്തേക്ക് ഓടി വരുന്നുണ്ട്. കൂടെ വരാൻ വിളിക്കുമ്പോ ശാലിനി പോകാൻ തയ്യാറാവില്ലെന്നാ തോന്നുന്നത്. ശാലിനി പറയുന്നത് കേട്ട് വിഷ്ണു സങ്കടത്തോടു കൂടി പറയണേ, എനിക്ക് തന്നോടുള്ള സ്നേഹം തന്നെയാ എന്റെ ജീവിതം. അത് പക്ഷെ എങ്ങനെ പ്രകടിപ്പിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എടോ, താൻ എന്റെ കൂടെ ഉണ്ടായാൽ എനിക്കത് ജീവിച്ചു കാണിക്കാം. എടോ ശാലിനി, എനിക്ക് തന്നെ വിശ്വാസമാണെന്ന് പറയുന്നത് അത് തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് തന്നിൽ അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ട് പറയുന്നതാ, ഉള്ളു തട്ടിയിട്ട്. എല്ലാം കേട്ട് ശാരദാമ്മ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ ഒരക്ഷരവും വിഷ്ണുവിനോട് പറയുന്നൊന്നുമില്ല. പിന്നെ കാണിക്കുന്ന മറ്റൊരു ഭാഗത്തില് സ്കൂളില് സത്യയുടെ അച്ഛനായിട്ട് വിഷ്ണു അച്ഛൻ വരണമെന്ന് പപ്പിമോളെ
വിഷ്ണുവിനോട് പറയണേ. വിഷ്ണു ആദ്യം ഒരു മടി കാണിക്കുന്നുണ്ടെങ്കിലും പിന്നെ സമ്മതം കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഭാമ അത് തടയണമെന്ന് തീരുമാനിക്കും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന വിഷ്ണുവിനെ റൂമിനകത്ത് ലോക്ക് ചെയ്യാണ് സത്യഭാമ ചെയ്യുന്നത്. ഇനി വിഷ്ണുവിനെ അവിടുന്ന് ആരെങ്കിലും തുറന്നു വിട്ടിട്ട് വിഷ്ണു തന്നെ സ്കൂളിൽ എത്തോ ഇല്ലെന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അപ്പോ ഈ പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്